ഹലോ, ഞാൻ റിജോസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫിയിലെ ടോപ്പിക്സ് ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹെയിൽ പറഞ്ഞിരുന്നു. ഹെയിൽ പറഞ്ഞെങ്കിലും ലാസ്റ്റ് ഭാഗം എത്തിയപ്പോൾ നമ്മുടെ ക്യാമിൻ്റെ ക്ലാരിറ്റി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ ഹെയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹെയിൽ നമുക്ക് എന്തായാലും ക്ലാസ് എടുക്കാം. പക്ഷേ നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ചാപ്റ്റർ 1 ജനറൽ ജോഗ്രഫിയിൽ ജനറൽ ജോഗ്രഫിയിൽ 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ മുന്നുള്ള വീഡിയോ എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത 2 വീഡിയോന് മുന്നുള്ള വീഡിയോയിൽ ഒരു ടോപ്പിക്ക് നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് എന്ന് പറഞ്ഞിട്ട് ഈ സൈഡിൽ വരുന്ന ടോപ്പിക്കാണ്. അതായത് ഇതുപോലത്തെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ചെയ്തത്. പക്ഷേ നമ്മൾ അത് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ നമ്മുടെ മൈക്ക് ഓഫായി പോയതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടും സൗണ്ടില്ല. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സൗണ്ടില്ല. അതുകൊണ്ട് ആ ടോപ്പിക്ക് നമുക്ക് വീണ്ടും ക്ലാസ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആ ടോപ്പിക്ക് ക്ലാസ് എടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ടോപ്പിക്കും കൂടി, അതിൻ്റെ അരികത്തുള്ള ഒരു ടോപ്പിക്കും കൂടി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഹെയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം. ഇതാണ് ടോപ്പിക്ക്, ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ കണ്ടൻസേഷനും കൂടി നമ്മൾ പറയുന്നുണ്ട്. അതിനുശേഷം ആയിരിക്കും നമ്മൾ ഹെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനെ കുറിച്ചും നമ്മൾ ആ വീഡിയോയിൽ ഈ നമ്മുടെ മൈക്ക് ഓഫായി പോയി എന്ന് ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ ആ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ വീഡിയോനെ വാച്ച് ചെയ്യണം എന്ന് പറയാനേ സാധിക്കുള്ളൂ. കാരണം 2 വീഡിയോനും അപ്പുറമാണ് നമ്മളിതിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രത്യേകം എടുത്ത്. ഇത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ്, ദയവേത് ക്ഷമിക്കണം എന്നും കൂടിയേ നമുക്ക് പറയാനാവുള്ളൂ ഈ ടോപ്പിക്ക് സൗണ്ട് ഇല്ലാത്തതിന്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് നമുക്ക് നോക്കാം. ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് the process associated with the creation of new fronts or the regeneration of the decaying fronts already in existence is called friendogenesis. The process associated with the creation of നമുക്ക് ഒരാഴ്ച പറയാം. ഫ്രണ്ടോജിനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് the process associated with the creation of new fronts or the regeneration of the decaying fronts already in existence is called friendogenesis. The process associated with the creation of new fronts or the regeneration of the decaying fronts already in existence is called friendogenesis. The process of destruction or dying of fronts is called friendolysis. The region having convergence of contrasting air masses is known as the region of friendogenesis. For the occurrence of friendogenesis and friendolysis, certain favorable conditions are mandatory. These are the presence of 2 opposing air masses having one contrasting temperature difference, 2 opposite directions such as a translatory circulation involving horizontal movement of air from one place to another, b rotatory circulation of air in cyclonic and anticyclonic pattern, c convergent circulation meeting or air at a point from all direction, and divergent circulation spread of air in all direction from one point. But since these patterns involve producing circulation from a point and not a line, friendogenesis is not possible. Deformatory circulation involving the convergence of 2 contrasting air masses and a horizontal spread along a line that is called axis of inflow or axis of dilation, whereas the other axis is called
axis of inflow. This type of air circulation is most favorable for frontogenesis, whereas the other axis is called axis of inflow. This type of air circulation is most favorable for frontogenesis, whereas the other axis is called axis of inflow. This type of air circulation is most favorable for frontogenesis. നമുക്കിനി ഒരാശരി പറയാം. Frontogenesis and frontolysis. Frontogenesis and frontolysis. The process associated with the creation of new fronts or the regeneration of the decaying fronts already in existence is called frontogenesis. The process of destruction or dying of fronts is called frontolysis. The region having convergence of contrasting air masses is known as the region of frontogenesis. For the occurrence of frontogenesis and frontolysis, certain favorable conditions are mandatory. These are the presence of two opposite air masses having one contrasting temperature difference, two opposite directions such as a translatory circulation involving horizontal movement of air from one place to another, b rotatory circulation of air in cyclonic and anticyclonic pattern, c convergent circulation, meeting or air at a point from all direction, and divergent circulation, spread of air in all direction from one point, but since these patterns involve producing circulation from a point and not a line, frontogenesis is not possible. Deformatory circulation involving the convergence of two contrasting air masses and horizontal spread along a line, that is called axis of inflow or axis of dilation, whereas the other axis is called axis of inflow. This type of air circulation is most favorable for frontogenesis, whereas the other axis is called axis of inflow. Axis of inflow. This type of air circulation is most favorable for frontogenesis. ഇതിൻ്റെ എന്താ പറയുക, ഈ ഭാഗത്ത് തന്നെയുള്ള ടോപ്പിക്കാണ് കണ്ടൻസേഷൻ. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തതാണ്, എന്നാലും നമ്മൾ ഈ ഒരു ടോപ്പിക് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കണ്ടൻസേഷൻ. Condensation is the process of reduction of matter into a denser form, as in the liquefaction of vapor or steam. Condensation is the result of the reduction of temperature by the removal of latent heat of evaporation, the liquid product being known as the condensate. The removal of heat shrinks the volume of the vapor and decreases the velocity of and the distance between molecules. According to the kinetic theory of behavior of matter, the losses of energy will lead to the transformation of the gas into a liquid condensate. In meteorology, both the formation of clouds and the precipitation of dew, rain and snow are known as condensation. In meteorology, both the formation of clouds and the precipitation of dew, rain and snow are known as condensation. അപ്പോൾ കണ്ടൻസേഷനാണ് നമ്മൾ പറഞ്ഞത്. ഇതോടെ നമ്മൾ അവസാനിപ്പിക്കുന്നു കേട്ടോ ഈ ഒരു ഭാഗം. ഫ്രണ്ടോജെനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹെയിൽ നോക്കാം. ഇത് ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അത് ദയവേതൊന്ന് ചെക്ക് ചെയ്യണം. ഹെയിൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുള്ള ടോപ്പിക്കാണ്, ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചെന്നുള്ളൂ. ഹെയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു അവസാനിപ്പിച്ചത് ഹെയിൽ പറഞ്ഞു. ഹെയിലിന് മുന്നുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് റെയിനും സ്നോഫാളാണ്. പിന്നെ സൈക്ലോജെനിസിസ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ സൈഡിലെ ടോപ്പിക് ഉണ്ട്, അതും കൂടി പറഞ്ഞിരുന്നു. ഇനി അപ്പം നമുക്ക് ഹെയിലാണ് പറയാനുള്ളത്. അപ്പോൾ ഹെയിൽ നോക്കാം. ഹെയിൽ is a precipitation in the form of round or irregularly shaped lumps of ice, falling ice crystals that collide with supercooled water droplets become white pellets called snow pellets or graupel. When such collisions occur repeatedly, the pellets may grow larger and form hail.
The lumps of ice are called hailstones. Hail is a precipitation in the form of round or irregularly shaped lumps of ice falling in ice crystals that, collide with supercooled water droplets, become white pellets called snow pellets or graupel. Hail is a precipitation in the form of round or irregularly shaped lumps of ice. Hail is a precipitation in the form of round or irregularly shaped lumps of ice, falling ice crystals that collide with supercooled water droplets, become white pellets called snow pellets or grumble. When such collisions occur repeatedly, the pellets may grow larger and form hail. These lumps of ice are called hailstones. Hail is a precipitation in the form of round or irregularly shaped lumps of ice, falling ice crystals that collide with supercooled water droplets, become white pellets called snow pellets or graupel. When such collisions occur repeatedly, the pellets may grow larger and form hail. These lumps of ice are called hailstones. Hailstones range from the size of peas to the size of oranges or larger. Most hailstones are smaller than 2.5 cm in diameter. Large hailstones can have bumps on their surfaces where they have grown more. Hail can break windows, damage roofs, and dent cars and aeroplanes. It also causes a huge amount of damage to crops. Damage from hail is greater when the wind is strong. Occasionally, people caught in the open in severe hailstones have been killed. Hail occurs in temperature or subtropical climates where sharp changes of temperature happen. High plains and mountainous regions. സോറി നമുക്ക് ഒരിക്കൽ കൂടി പറയാം. Hail. Hail. Hail is a precipitation in the form of round or irregularly shaped lumps of ice. Falling ice crystals that collide with supercooled water droplets become white pellets called snow pellets or graupel. When such collisions occur repeatedly, the pellets may grow larger and form hail. Hail is a precipitation in the form of round or irregularly shaped lumps of ice. Falling ice crystals that collide with supercooled water droplets become white pellets called snow pellets or graupel. When such collisions occur repeatedly, the pellets may grow larger and form hail. These lumps of ice are called hailstones. Hailstones range from the size of peas to the size of oranges or larger. Most hailstones are smaller than 2.5 cm in diameter. Large hailstones can have bumps on their surfaces where they have grown more. Hail can break windows, damage roofs, and dent cars and aeroplanes. It also causes a huge amount of damage to crops. Damage from hail is greater when the wind is strong. Occasionally, people caught in the open in severe hailstorms have been killed. Hail occurs in temperate or subtropical climates where sharp changes of temperature happen. High plains and mountainous regions create the most favorable conditions for hail. For these reasons, hail often falls in Argentina, northern Italy, Kenya, South Africa, the Caucasus, Caucasus region, Caucasus region between the Black and the Caspian Seas, and the central plains of the United States. Hailstones form in thunder clouds and begin
as frozen raindrops or snow pellets called hail embryos. Embryos originate in one part of the hailstone and are then carried by air currents to the main region of hail growth. Hailstones develop as the embryos come into contact with supercooled water droplets. Droplets that remain liquid at temperatures below freezing. As an embryo moves through the droplets, they strike its surface and freeze. An embryo grows into a hailstone as this freezing water accumulates on its surface. Hailstones become large if they remain for a long time in parts of the hailstone where there is a large amount of supercooled liquid water. Hailstones grow large if they are supported in the same cloud updraft for a long time. They also grow if they repeatedly fall out of an updraft but are then carried upward by other air currents. Hailstones fall to the ground when they leave the region of updrafts or become too heavy for the air currents to support them. They fall at a speed of about 35 km or more. Hailstones grow large if they are supported in the same cloud updraft for a long time. Hailstones grow large if they are supported in the same cloud updraft for a long time. They also grow if they repeatedly fall out of an updraft but are then carried upward by other air currents. Hailstones fall to the ground when they leave the region of updrafts or become too heavy for the air currents to support them. They fall at a speed of about 35 km or more. ഇനി പറയുന്നത് എയർ മാസസ് ആൻഡ് ഫ്രോൺസ് എയർ മാസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതിപ്പോൾ ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഫിഗറൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കണം ഇതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം വരെ. ഇത് ഇവിടെ നിന്നോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ആൻ എയർ മാസസ് ഇസ് എ ലാർജ് ബോഡി ഓഫ് എയർ ദാറ്റ് ഹാസ് സിമിലർ ടെമ്പറേച്ചർ. ഇത് ഫിഗറാണ് 1.34 ടൈപ്പോളജി ഓഫ് എയർ മാസസ്. പിന്നെ അടുത്ത ഫിഗർ 1.35 ടൈപ്സ് ഓഫ് ഫ്രോൺസ്. ഇതിന്റെ ബാലൻസ് ഭാഗമാണ് എയർ മാസസിന്റെ. ഇവിടെ വരെ വരുന്നുണ്ട്. ഇനി അടുത്ത ഭാഗം അടുത്ത ഭാഗത്ത്. എൻ്റെ ഒരു അറിവിൽ ഇതിന്റെ ബാലൻസ് ഭാഗം ഞാൻ വിചാരിക്കുന്നു. ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ലാസ്റ്റ് ഭാഗം എന്നാണ് എൻ്റെ ഒരു അറിവ്. തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ടേബിൾ ഉണ്ട്. പിന്നെ വരുന്നത് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ് ആണ്. കാരണം ഇതിന് ഹെഡ് ലൈൻ ഒന്നും കൊടുത്തിട്ടില്ല. വാം ഫ്രോൺ ഡിസസ് ട്രാൻസിഷൻ സോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയേക്കുന്നത്. അപ്പം അത് എയർ മാസസിൻ്റെ തന്നെ ആയിരിക്കും. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം. ഫിഗറൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സൈഡിലൊരു ടോപ്പിക്കും ഉണ്ട്. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. എന്തായാലും നമ്മൾ സൗകര്യം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പറയും. നോക്കാം. എയർ മാസസ് ആൻഡ് ഫ്രോൺസ്. എയർ മാസസ് ആൻഡ് ഫ്രോൺസ്. എയർ മാസസ്. An air mass is a large body of air that has similar temperature and moisture properties throughout. An air mass is a large body of air that has similar temperature and moisture properties throughout. The best source of air masses are large flat areas where air can be stagnant long enough to take on the characteristics of the surface below. An air mass is a large body of air that has similar temperature and moisture properties throughout. The best source of air masses are large flat areas where air can be stagnant long enough to take on the characteristics of the surface below. Air masses are defined according to both Air masses are defined according to both their region of origin and their course traveled. The main types include maritime tropical (MT), maritime polar (MP), maritime arctic (MA), continental polar (CP), and continental tropical (CT). Air masses. These descriptions are
used both in the Britain and Europe and in the United States. The MA air masses, for example, originates in the Arctic and travels across the relatively warm stretch of the North Sea to affect the clim- climates of northern Europe. The empty air, on the other hand, originates near the Gulf of Mexico and travels northeast across the warm Atlantic to affect western Europe, as well as northwest across the United States. In Europe, CP air comes from Siberia, western North America. It originates over the northern plains of Canada. In Europe, sea air comes from Siberia, whilst in North America it originates over the northern plains of Canada. As a general rule, maritime air masses are generally fairly moist, containing considerable amounts of water, amounts of water vapor, which is ultimately condensed and released as rain or snow. In contrast, continental air is usually a lot drier. Once an air mass moves out of its source region, it may be modified as it encounters surface conditions different to those found in the source region. For example, as polar air moves southward, it encounters warmer land masses that heat it through the ground below. Polar and tropical air masses typically clash in the middle latitudes, producing some very changeable climates, typically experienced in the British Isles. The boundary between two air masses is called a front. As a result, moving fronts indicate a change in the weather. On a weather map, fronts are drawn where there is large change in temperature and a shift in wind direction. A front can also be described as the boundary between adjacent heights with different conditions. On a weather map, fair weather is generally associated with highs, whereas stormy weather is associated with lows and with the portions of fronts that extend from them. Highs and lows are usually hundreds or thousands of miles across. Both highs and lows tend to travel from west to east across the United States, changing weather as they move. Frontal zones, where the air masses are not moving against each other, are called stationary fronts. In transitional areas where there is some air masses movement, cold or warm fronts can develop. A cold front is the transition zone in the atmosphere where an advancing cold, dry, stable air masses displaces a warm, moist, unstable subtropical air masses. Frontal zones where the air masses are not moving against each other are called stationary fronts. In transitional areas where there is some air masses movement, cold or warm fronts can develop. A cold front is a transition zone in the atmosphere where an advancing cold, dry, stable air masses displaces a warm, moist, unstable subtropical air masses. On a weather map, the cold front is drawn as a solid blue line with the triangles. The position of the triangles shows the direction of frontal movement. Cold fronts move between 15 and 50 km/h in a southeast to east direction. The formation of clouds and precipitation at the frontal zone is caused by frontal lifting. High altitude cirrus clouds are found well in advance of the front above the surface location of the cold front. High altitude cirrostratus and middle altitude altocumulus are common. Precipitation is normally found just behind the front where
frontal lifting has caused the development of towering cumulus and cumulonimbus clouds. ഇപ്പം എന്തായാലും നമുക്ക് ഫിഗർ നോക്കാം, അതായിരിക്കും കംഫർട്ടബിൾ. ഫിഗർ 1.34 typology of air masses. P-polar CPKS CP CPK CPKS CPKU CPW CPWU MP MPW MPWS MPWU MPK MPKS MPKU. The tropical CT CTKS CTKU CTK CTW CTKS CTKU CTK CTKW CTWS CTWU MT MTK MTKS MTKS MTKU MTWS MTWU MTWU. Figure 1.34 typology of air masses. Figure 1.34 typology of air masses. P-polar CPK CPKS CPKU CPW CPK CPKS CPKU CPW CPWS CPW CPKS CPKU CPK CPW CPWS CPWU MP MPK MPKS MPKU MPKS MPKU MPWS MPWU MPWW MPWS MPWU MPK MPKS MPKU MPWS MPWU MPK MPKS MPKU MPWS MPWU. അടുത്ത T-tropical CTKS CTKU CTK CTWS CTWU CTKS CTKU CTK CTW CTWS CTW MTK MTKS MTKU MTWS MTK MTKS MTKU MTWS MTW. Figure 1.34 typology of air masses. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. അടുത്തതും ഒരു ഫിഗർ ആണ്. ഫിഗർ 1.35 ടൈപ്സ് ഓഫ് റോൺസ്. ഫിഗർ 1.35 ടൈപ്സ് ഓഫ് റോൺസ്.
75 degree north, Arctic air A. Arctic air A, Arctic front. 45 degree north, polar air P. 45 degree north, polar air P, polar front. Tropical air T. 10 degree north, intertropical front. 0 degree equatorial air E. 0 degree equatorial convergence zone 10 degree south, equatorial convergence zone 10 degree south, tropical air T. 45 degree south, polar front 45 degree south, polar air P. 75 degree south, Antarctic front 75 degree south, Antarctic air A. 75 degree north, Arctic air A. 75 degree north, Arctic front. 45 degree north, polar air P. 45 degree north, polar front. Tropical air T. 10 degree north, intertropical front. 0 degree equatorial air E. 0 degree equatorial air E. 0 degree equatorial convergence zone 10 degree south, equatorial convergence zone 10 degree south, tropical air T. 45 degree south, polar front. 45 degree south, polar air P. 75 degree south, Antarctic front. 75 degree south, Antarctic air A. Antarctic front 75 degree south, Antarctic front. 75 degree south, Antarctic air A. Figure 1.35 types of fronts ഒന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ പറഞ്ഞ ഫിഗറിലൊക്കെ തെറ്റുണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ദയവത് ക്ഷമിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ എയർ മാസസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഈ ഫിഗർ നമ്മൾ തുടക്കത്തിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിച്ച് പോകണം, അതായിരിക്കും നല്ലത്. കാരണം ഇത് ലാസ്റ്റ് വരെയും എന്താ പറയുക, ഒരു ടോപ്പിക് തന്നെയാണ്. എയർ മാസസിൻ്റെ ബാലൻസ് ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് റീഡ് ചെയ്യാം ദയവായിട്ട്. ഇത് സൈഡിലുള്ള ടോപ്പിക്കാണ്, നമുക്ക് പിന്നെ പറയാം. ഇത് നമ്മൾ ബാലൻസ് എന്നാണ് പറയണത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ദയവായിട്ട്. എൻ്റെ ഒരു ഇത് അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഇതൊരു ഹെഡ്ലൈൻ ഒന്നും ഇല്ലാതെയുള്ള കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു രീതിക്ക് അങ്ങോട്ട് നോക്കി പോവുക. അപ്പം നമുക്ക് നോക്കാം. A warm front is the transition zone in the atmosphere where an advancing warm subtropical moist air masses replaces a retreating cold dry polar air masses on a weather map. A warm front is drawn as a solid red line with half circles. The position of the half circle shows the direction of frontal movement. Warm fronts move about 10 km course in a northeast direction. This is less than half the speed of a cold front. The formation of clouds and precipitation ahead of the frontal zone is caused by gradual frontal lifting. High altitude cirrostratus and middle altitude altostratus clouds are found well in advance of the front, about 600 km head of the front. Nimbostratus clouds occur. These clouds produce precipitation in the form of snow or rain. Between the nimbostratus clouds and the surface location of the warm front, low altitude stratus clouds are found. Finally, a few hundred kilometers behind the front, scattered stratocumulus are common in the lower troposphere. Table 1.3 describes some of the weather conditions associated with a warm front. Between the nimbostratus clouds and the surface location of the warm front, low altitude stratus
clouds are found finally a few hundred kilometers behind the front scattered. Stratocumulus are common in the lower troposphere. Table 1.3 describes some of the weather conditions associated with a warm front. സോറി, നമ്മുടെ മൈക്ക് ഓഫായി കിടക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇത്രേ ഉള്ളൂ. നമ്മളെ എയർ മാസസിൻ്റെ ബാലൻസ് ഭാഗമാണ് ഈ ടോപ്പിക്സ്. ഈ വാം ഫ്രോണ്ട് ഈസ് എ ട്രാൻസിഷൻ സോൺ ഇൻ ദ അറ്റ്മോസ്ഫിയർ എന്ന് ഉള്ള ടോപ്പിക് എന്നാണ് വിചാരിച്ചത്. ടോപ്പിക്കല്ല, ഇതൊരു പാരഗ്രാഫ്. പക്ഷെ ഇത് ഈ ടേബിളിൻ്റെ എക്സ്പ്ലനേഷൻ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. നമ്മൾ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇത് പെട്ടെന്നങ്ങ് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ ടേബിൾ 1.2 പറഞ്ഞതിന് ശേഷം ഈ ഒരു പാരഗ്രാഫും ടേബിൾ 1.3 വെതർ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ വാം ഫ്രോണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. നമുക്ക് പെട്ടെന്ന് ഞാൻ ആദ്യം വിചാരിച്ച എയർ മാസസിൻ്റെ ബാലൻസ് ഭാഗമാണ്. കാരണം ഈ ബുക്കിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ലാസ്റ്റ് ഭാഗം അല്ലെ എൻഡിങ് ഭാഗങ്ങളൊക്കെ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് വിചാരിച്ചു പോയി. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ടേബിൾ 1.2 അതിന് ശേഷം വാം ഫ്രോണ്ട് ഈസ് എ ട്രാൻസിഷൻ സോൺ എന്നുള്ള പാരഗ്രാഫും പറയാം. Table 1.2 weather conditions associated with a cold front. Table 1.2 Table 1.2 weather conditions associated with a cold front. Table 1.2 weather conditions associated with a cold front. Weather phenomenon prior to the passing of the front, contact with the front after the passing of the front. Weather phenomenon prior to the passing of the front, contact with the front after the passing of the front. Weather phenomenon temperate to warm, cooling suddenly, cold and getting colder. Atmospheric pressure decreasing steadily, leveling off then increasing steadily. Winds south to southeast, variable and gusty, west to northwest. Precipitation showers, heavy rain or snow, hail sometimes, showers and then clears. Clouds, cirrus and cirrostratus changing later to cumulus and cumulonimbus. Clouds, cirrus and cirrostratus changing later to cumulus and cumulonimbus. Cumulus and cumulonimbus. Cumulus. A warm front is a transition zone in the atmosphere where an advancing warm subtropical moist air masses replaces a retreating cold dry polar air masses. On a weather map, a warm front is drawn as a solid red line with half circles. The position of the half circle shows the direction of frontal movement. Warm fronts move about 10 km or in a northeast direction. This is less than half of the speed of a cold front. The formation of clouds and precipitation ahead of the frontal zone is caused by gradual frontal lifting, high altitude cirrostratus and middle altitude altostratus clouds are found well in advance of the front, about 600 km ahead of the front. Nimbostratus clouds occur. These clouds produce precipitation in the form of snow or rain. Between the nimbostratus clouds and the surface location of the warm front, low altitude stratus clouds are found. Finally, a few hundred kilometers behind the front, scattered stratocumulus are common in the lower troposphere. Table 1.3 describes Table 1.3 describes some of the weather conditions associated with a warm front. Between the nimbostratus clouds and the surface location of the warm front,
low altitude stratus clouds are found. Finally, a few hundred kilometers behind the front scattered stratocumulus are common in the lower troposphere. Table 1.3 describes some of the weather conditions associated with a warm front. Table 1.3 weather conditions associated with a warm front. Table 1.3 weather conditions associated with a warm front. Warm front. Weather phenomenon prior to the passing of the front, contact with the front after the passing of the front. Weather phenomenon prior to the passing of the front, contact with the front after the passing of the front. Temperature cool, warming suddenly, warmer the leveling off. Atmospheric pressure decreasing steadily, leveling off. Slight rise followed by a decrease. Winds south to southeast variable, south to southwest. Precipitation showers, snow, sleet or drizzle. Light drizzle, none. Clouds, cirrus, cirrostratus, altostratus, nimbostratus, and stratus. Stratus sometimes cumulonimbus. Clearing with scattered stratus, sometimes scattered cumulonimbus. Clouds, cirrostratus, altostratus, nimbostratus, and stratus. Stratus sometimes cumulonimbus. Clearing with scattered stratus, sometimes scattered cumulonimbus. Clouds, cirrus, cirrostratus, altostratus, nimbostratus, and stratus. Stratus, sometimes cumulonimbus, clearing with scattered stratus, sometimes scattered cumulonimbus. ഇപ്പോൾ ടേബിൾ 1.3 വെതർ കണ്ടീഷൻസ് അസോസിയേറ്റഡ് വിത്ത് എ വാം ഫ്രോണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മളിത് പറഞ്ഞതിലൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയണ്, ദയവേത് ക്ഷമിക്കുക. തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഒന്ന് സ്കിപ്പ് ചെയ്തൊക്കെ ഒന്ന് റീഡ് ചെയ്യാൻ നോക്കാം, ഈ എയർ മാസസ് എന്നുള്ള ടോപ്പിക്കും പിന്നെ ഈ ടേബിളൊക്കെ. കാരണം ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇനി ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നേരത്തെ ഒരു ചാപ്റ്റർ നമ്മൾ വിട്ടിരുന്നത് നോക്കാം. ആവറേജസ് ആണ് ഇനി പറയാനുള്ളത്. അത് എയർ മാസസിൻ്റെ ഭാഗത്തുള്ള ടോപ്പിക്കായിരുന്നു. അപ്പം നോക്കാം. ആവറേജസ് ഒരു കാര്യം ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയണം. നമ്മുടെ മൈക്ക് കുറച്ച് ഹോൾഡാണ്. എങ്ങാനും ഓഫായി പോയി സൗണ്ട് എങ്ങാനും ഇല്ലാന്നുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ പറയണം. അത് ഇനി വരാൻ പോണ വീഡിയോനെയും കൂടി ബേസ് ചെയ്താണ് പറയുന്നത്. കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ദയവേത് ക്ഷമിക്കാം. നോക്കാം. ആവറേജസ്. All weather information for a particular area is derived by a local weather station, and the daily high and low temperature values for a month are averaged. All weather information for a particular area is derived by a local weather station, and the daily high and low temperature values for a month are averaged. These two values are averaged to yield the mean or normal monthly temperature. The highest average values of precipitation occur in locales having strong maritime or orographic influences. These values occur in either warm or cold climates. Extremely low precipitation averages occur either in interior zones, far from moist air, or at locales where cold oceanic currents that stabilize the air exist. In a similar fashion, the daily wind and humidity values are averaged to yield their monthly means, and the daily rainfall and snowfall values are totaled along with the number of days with rain, thunderstorms, freezing temperatures, and clear or cloudy skies. Certain monthly extremes are also identified on a monthly basis, including the highest and the lowest temperature, the heaviest one-day precipitation, rain or snow, and the fastest wind speed. These monthly summaries are often combined and become the basis for describing the weather of a region. Atmospheric scientists also study weather-producing conditions such as fronts and high and low pressure areas to establish how the weather of the region is produced.
Atmospheric scientists also study weather producing conditions. Atmospheric scientists also study weather producing conditions such as phones and high and low pressure areas to describe how the weather of the region is produced. ഇനി നമുക്ക് പറയണം ആവറേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത് സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്. Cyclones and anticyclones. Cyclones and anticyclones. The term cyclone in common use is sometimes applied to a tornado. The term cyclone in common use is sometimes applied to a tornado in the science of meteorology. However, the term has a different meaning. For meteorologists, a cyclone and its counterpart, an anticyclone, is a large-scale system of air circulation in the atmosphere in the zones between the equator and either of the poles. It can be considered as either producing or resulting from differences in air pressure in those zones. The term cyclone in common use is sometimes applied to a tornado in the science of meteorology. However, the term has a different meaning for meteorologists. A cyclone and its counterpart, an anticyclone, is a large-scale system of air circulation in the atmosphere in the zones between the equator and either of the poles. It can be considered as either producing or resulting from differences in air pressure in those zones. In a cyclone system, the central air pressure is lower than that of the surrounding environment, and the flow of circulation is clockwise in the southern hemisphere and counterclockwise in the northern hemisphere. Cyclones are also characterized by low-level convergence and ascending air within the system. An anticyclone system has characteristics opposite to that of a cyclone. That is, an anticyclone's central air pressure is higher than that of its surroundings, and the air flows is counterclockwise in the southern hemisphere and clockwise in the northern hemisphere. Anticyclones are usually characterized by low-level divergence and subsiding air. An anticyclone system has characteristics opposite to that of a cyclone. That is, an anticyclone's central air pressure is higher than that of its surroundings, and the air flow is counterclockwise in the southern hemisphere and clockwise in the northern hemisphere. Anticyclones are usually characterized by low-level divergence and subsiding air. ഈ ഫിഗർ ആണ് പറയാനുള്ളത്, നോക്കാം. Figure 1.36 cyclones and anticyclones. Figure 1.36 cyclones and anticyclones. HP, HP, LP, LP, northern hemisphere. HP, HP, LP, LP, southern hemisphere. LP, HP, LP, HP, northern hemisphere. LP, HP, southern hemisphere. LP, HP, northern hemisphere. LP, HP, southern hemisphere. HP, 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 LP, northern hemisphere. HP, LP, southern hemisphere. LP, HP, northern hemisphere. LP, HP, southern hemisphere. LP, HP, southern hemisphere. Figure 1.36 cyclones and anticyclones. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക. സൈക്ലോൺസ് അടുത്ത ടോപ്പിക്കാണ്. സൈക്ലോൺസ്.
സോറി, ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈക്ക് ഓഫായി പോയി. സൗണ്ട് ഇല്ലെങ്കിൽ ദയവേത് ക്ഷമിക്കുക. സൈക്ലോൺസാണ് നമ്മൾ പറഞ്ഞത്. സൈക്ലോൺസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കേണ്ടി വരും. സാധാരണ നമ്മുടെ മൈക്ക് എന്താ പറയുക 2 മണിക്കൂറൊക്കെ കിട്ടാറുണ്ട്. ഇപ്പം 1.5 മണിക്കൂറും 10 മിനിറ്റും ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കറിയില്ല എന്താ, ചില ടൈമിൽ അത് ഡിഫറൻസ് ആണ്. ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറും 10 മിനിറ്റ്സും. ഇനി അത് ശ്രദ്ധിച്ച് നോക്കണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ചാർജ് ചെയ്തൊക്കെ ഇടുന്നുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്നത് എന്തോ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് ചാർജിൻ്റെ കാര്യത്തിലൊക്കെ. എന്തായാലും നമ്മുടെ ഈ മൈക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അതിൻ്റേതായ എന്താ പറയുക കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദയവേത് ക്ഷമിക്കുക. മൈക്കിൻ്റെ സൗണ്ടൊക്കെ ഇല്ലാത്ത സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്ര പറയാനുള്ളൂ. അപ്പോൾ സൈക്ലോൺസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കാം. അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കാനുള്ള ടോപ്പിക്ക് സൈക്ലോൺസ്. ഫിഗർ 1.37 ഫോർമേഷൻ ഓഫ് ടെമ്പറേറ്റ് സോൺ ഫോർ സൈക്ലോൺസ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആൻഡ് മിഡ് ലാറ്റിറ്റ്യൂഡ് സ്റ്റോംസ്. അടുത്തത് ടൈപ്സ് ഓഫ് സൈക്ലോൺസ്, ക്ലൈമറ്റ് ചേഞ്ച്, മിഡ് ലാറ്റിറ്റ്യൂഡ് ഓർ ടെമ്പറേറ്റ് സൈക്ലോൺസ്. ഫിഗർ 1.38 ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് എ ടെമ്പറേറ്റ് സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ, വെദർ ആൻഡ് ക്ലൈമറ്റ്, കോസസ് ഓഫ് വെദർ. ഈ ടോപ്പിക്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മൾ എൻ്റെ മൈക്കിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറയണം, വേറെ ഒന്നുമല്ല. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല, കാരണം മിക്ക വീഡിയോസ് ഇപ്പം മൈക്ക് ഓഫായി പോകുന്ന അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ ക്യാമറയുടെ ക്ലാരിറ്റി പോകും. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻസാണ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൈക്ക് ചാർജ് ചെയ്ത് കറക്റ്റ് ആക്കിയതിന് ശേഷം വീഡിയോ എടുത്തൂടെ എന്നുള്ള ചോദ്യങ്ങൾ വരും. പക്ഷേ നമുക്കൊരു ഏകദേശം കണക്കൂട്ടൽ വെച്ചിട്ടാണ് നമ്മൾ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഈ മൈക്ക് വാങ്ങിച്ച ടൈമിൽ 2 മണിക്കൂറും 2.5 മണിക്കൂറും 10 മിനിറ്റ്സും കിട്ടുമായിരുന്നു. ഇപ്പം അത് 1.5 മണിക്കൂറും 10 മിനിറ്റ്സും ആയി. ഇനി ഇത് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം, കാരണം നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ മുന്നേ ചിലപ്പോൾ ചാർജ് ചെയ്തിട്ടാൽ കുറച്ചൊരു സമയം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചാർജ് ചെയ്ത് വെച്ചിരുന്നതാണ്, അതുകൊണ്ടാണ് കുറച്ച് സമയത്തിൽ വ്യത്യാസം വന്നേക്കുന്നത്. കാരണം 1.5 മണിക്കൂറും ഒരു 50 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഓഫായിട്ടുണ്ട്. പുതിയൊരു മൈക്ക് മേടിക്കാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ മൈക്ക് തന്നെ വെച്ച് ക്ലാസ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ മൈക്ക് ഓഫായി പോവുക എന്ന് വെച്ചാൽ ഒരു പ്രശ്നം തന്നെയാണ്. ശരിയാവില്ല, കാരണം തെറ്റായ കമൻസ് കാര്യങ്ങൾ ഒരു പക്ഷേ വരാം, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാം നിങ്ങൾ വ്യൂവേഴ്സ്. എന്തായാലും ഈ ചില ഭാഗത്ത്, അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുത്ത ഒരു ടോപ്പിക്ക് മൊത്തം സൗണ്ട് ഇല്ല. ഫ്രണ്ടോജീനിസിസ് ആൻഡ് ഫ്രണ്ടോലൈസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഈ ചാപ്റ്ററിൽ തന്നെ അത് വീണ്ടും എടുക്കേണ്ടി വന്നു. പക്ഷെ നമ്മൾ അറിയില്ല ഓഫായി പോകുന്നത്, ആ പ്രശ്നം. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, ക്ഷമിക്കുക, അത്രയും പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജോഗ്രഫിയിൽ ജനജോഗ്രഫി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യമൊക്കെ ഞാൻ സ്പോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ദയവേത് ഒന്ന് ക്ഷമിക്കുക. ചില വാക്കുകളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള വാക്കുകളൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞേക്കണത്, തെറ്റിയിട്ടൊക്കെ. അപ്പം അതുകൊണ്ട് ദയവേത് ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോനെ കുറിച്ചാണ്. അത് നമുക്ക് പിന്നെ പറയാം. സിലബസിനെ കുറിച്ച് പറയട്ടെ. ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ആരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക, ഒരിക്കലും മറക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ പറയാൻ പറ്റുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് വീഡിയോയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, എന്നാലും സിലബസിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം നിങ്ങൾക്ക് ഈ ക്ലാസ് ആയിട്ട് തന്നെ കേൾക്കണമെന്നില്ല, വേണമെങ്കിൽ പോസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഇത് വായിച്ചു പഠിക്കാം. അങ്ങനത്തെ തരത്തിൽ നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. നമ്മളെ ക്ലാസ് കേൾക്കണം എന്ന് ഞാൻ പറയില്ല. പോസ് ചെയ്തിട്ടാലും നിങ്ങൾക്ക് IASന് വേണ്ടി നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ആവും ഈ വീഡിയോസൊക്കെ നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് തന്നെയാണ്. ഇതിൽ നമ്മൾ രാത്രി എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. രാത്രി മൊത്തം എഡിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത് രാവിലെ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ നല്ലൊരു പ്രഭാതത്തിലേക്ക് വന്നേക്കാണെന്ന് പറയാം. സമയം 6:15 കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. നമ്മൾ രാത്രി എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ചെയ്തു, പിന്നെ അത്യാവശ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തേക്കുന്നത്.
എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് വീഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് നമ്മൾ സോങ്സും ഡിഫറെൻറ്റ് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടോപ്പിക്സ്, സെയിം സോങ്, ഡിഫറെൻറ്റ് എഫക്ട്സ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ സോങ് അത്യാവശ്യം നല്ലതായതുകൊണ്ട് കുറേ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് താല്പര്യക്കുറവ് വരുമെന്ന് എനിക്കറിയില്ല, എന്നാലും നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ദയവേത് വാച്ച് ചെയ്യുക. പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇത്ര നാളുകൊണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോസൊക്കെ. ഒരു എന്താ പറയുക കാൽക്കുലേഷനേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ദയവേത് വാച്ച് ചെയ്യുക. വളരെ നല്ല വീഡിയോസാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നത്. ഇതിൽ സോങ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹെഡ്ഫോൺ വെച്ചൊക്കെ വാച്ച് ചെയ്താൽ നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ലഭിക്കും. ദയവ് ചെയ്തിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യാം. നമ്മൾ എന്താ പറയുക, നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്തേക്കുന്നത് VN വീഡിയോ എഡിറ്റർ, വീറ്റ വീഡിയോ എഡിറ്റർ, ഫിൽമിഗോ, അതുപോലെ തന്നെ ഇൻഷോട്ട്, പിന്നെ ഒരു വീഡിയോ ഷോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ എഡിറ്റർ ഉണ്ട്, വീഡിയോ ഗുരു. ഇതൊക്കെ വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോ എഡിറ്ററും വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇനി നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാച്ച് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാണ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ. അപ്പോൾ നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ലൊരു CSCT എക്സാമും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്വീറ്റ് ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു സോ മച്ച്.